വെൽക്കം ടു എക്സാം ബൈ യൂണിവേഴ്സൽ ജെഇ ചാനൽ. കേരളത്തിലെ കുട്ടികൾ വർഷങ്ങളായിട്ട് അവരുടെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലോ പെർഫോമിംഗ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നാണ് ജെഇഇ എന്ന് പറയുന്നത്. ജെഇ മെയിൻ ആണെങ്കിലും അഡ്വാൻസ് ആണെങ്കിലും ഒക്കെ കേരളത്തിലെ കുട്ടികൾ അതിൽ സക്സീഡ് ചെയ്യുന്ന നമ്പർ നമ്മുടെ നാഷണൽ ആവറേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലോ ആണ്. അപ്പോൾ അതിനൊരു കാരണം, ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര ഫൗണ്ടേഷൻ സയൻസിലും മാത്തിലും ഹൈസ്കൂൾ കാലഘട്ടത്തിൽ കിട്ടാത്തത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഒക്കെ കുട്ടികൾ അറിയുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഈവൻ ജെഇ എക്സാമും അതിൻ്റെ ഇമ്പോർട്ടൻസും അത് നൽകുന്ന ഓപ്പർച്യൂണിറ്റീസും ഒക്കെ റിയലൈസ് ചെയ്യുന്നത് പലപ്പോഴും കേരളത്തിലെ കുട്ടികൾ +2ൻ്റെ അവസാനമാണ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആന്ധ്രാപ്രദേശ്, തെലങ്കാന, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലുള്ള സ്റ്റുഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 6th മുതൽ 7th മുതൽ 8th മുതൽ തന്നെ ജെഇക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെഇ ക്വസ്റ്റ്യൻസ് 6ാം ക്ലാസ്സിൽ തന്നെ ചെയ്തുകൊണ്ടല്ല, പക്ഷേ 6th, 7th, 8th ഒക്കെ പഠിക്കുന്ന സയൻസും മാത്തമാറ്റിക്സ് ഒക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അതിൽ നല്ല ബേസ്, നല്ല സ്ട്രോങ് ബേസ് ഉണ്ടാവുന്ന രീതിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുട്ടികൾ എപ്പോഴും ഈ ഒരു ജെഇ എക്സാമിന് എപ്പോഴും പിറകിൽ പോകുന്നതിൻ്റെ കാരണം നമ്പർ 1 റീസൺ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ ഇല്ലാത്തത് തന്നെയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ഇല്ലാത്ത സ്റ്റുഡൻസ് ഇപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഭാവിയിൽ ജെഇ എഴുതണം, NITസിലേക്കും IITസിലേക്കൊക്കെ അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്താണ് അവർക്ക് ഇനി ചെയ്യാൻ പറ്റുക? ഫൗണ്ടേഷൻ ഇല്ലാത്ത സ്റ്റുഡൻസിന് എന്താണ് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജെഇ പ്രിപ്പറേഷനിൽ ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങളിപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഇനി ഒരു 2 to 3 months ആണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ ഉടനെ മിക്കവാറും ജെഇ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടാവട്ടെ +1ലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിലെയും അതുപോലെ തന്നെ 9th സ്റ്റാൻഡേർഡിലെയും മാത്തമാറ്റിക്സിലെ ബേസിക്സ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പോളിനോമിയൽസ്, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് പോലെയുള്ള ജിയോമെട്രിയുടെ ബേസിക്സ്, ഇങ്ങനെ തുടങ്ങി ഓൾജിബ്രയിലുള്ള ബേസിക്സ് ഒക്കെ, ട്രിഗണോമെട്രി തുടങ്ങിയ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ബേസിക്സ് നിങ്ങൾ കവർ ചെയ്ത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അതിൻ്റെയൊക്കെ കണ്ടിന്യൂവേഷനും ഈ പഠിച്ച ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് നമ്മൾ +1ലെ മാത്സിലും ഫിസിക്സിലും ഈവൻ കെമിസ്ട്രിയിലടക്കം ഒരുപാട് ചാപ്റ്റേഴ്സിൽ നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക്സ് സ്ട്രോങ് ആയിട്ട് അറിയണം. അതുപോലെ തന്നെ ഹൈസ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള 7th, 8th നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകുന്ന ഡെസിമൽസും ഫ്രാക്ഷൻസും റേഷ്യോ, പെർസെൻറ്റേജ്, അതുപോലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ മിസ്സായി പോയ സ്റ്റുഡൻസിന് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ 10th ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ 10th ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് 2 to 3 weeks നിങ്ങൾ മാക്സിമം ടൈം എന്തിനു വേണ്ടി കൊടുക്കുക? ഹൈസ്കൂളിൽ നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ വീക്കാണെന്ന് തോന്നുന്ന മാത്തമാറ്റിക്സിലെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക, അതൊന്നും കൂടെ റീവിസിറ്റ് ചെയ്യുക, അതിലെ പ്രോബ്ലംസ് ഒക്കെ ഒന്നും കൂടെ ചെയ്യുക, അതിൽ മിസ്സായി പോയിട്ടുള്ള ബേസിക്സ് റീകവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് ആലോചിക്കാവുന്നത് ഒരു ബ്രിഡ്ജ് കോഴ്സാണ്. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുമ്പം 10th നിന്നും 11th പോകുന്നൊരു കുട്ടിക്ക് 11th നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ബേസിക്സ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഒക്കെ 9th-ന്റെയും 10th-ന്റെയും കറക്റ്റ് എക്സാക്ട് കണ്ടിന്യൂവേഷനാണ് നമ്മൾ 11th-ലും 12th-ലും പഠിക്കുന്നത്. അപ്പോൾ 9th-ലും 10th-ലും പഠിച്ച ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്സിലെയും മാത്സിലെയും അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ശരിക്കും ബ്രിഡ്ജ് കോഴ്സ്. 10th നിന്നും 11th ഒരു ബ്രിഡ്ജാണ് ശരിക്കും ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തുകൊണ്ടും ഫിസിക്സിലെയും മാത്സിലെയും ഒക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ മോഷൻ പോലെയുള്ള ഫോഴ്സ്, വർക്ക് എനർജി, പവർ, ഗ്രാവിറ്റേഷൻ, അതുപോലെ ഇലക്ട്രിസിറ്റി, ലൈറ്റ്, ഈ ചാപ്റ്റേഴ്സിലൊക്കെ പ്രോബ്ലംസിൻ്റെ പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് എന്താണ്, ബേസിക് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോഴ്സുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലി തന്നെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ബേസിക്സ് മാത്രം പഠിപ്പിക്കുന്ന കോഴ്സിലും ജോയിൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 7th മുതലുള്ള മാത്തമാറ്റിക്സ് ബേസ് മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും, അത് കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതില്ലാതെ നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം അൾട്ടിമേറ്റ്ലി കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരു സ്പീഡ് വിത്ത് ആക്യുറസിയാണ് ഒരാളെ ടോപ്പിലെത്തിക്കുക. അപ്പോൾ അതിന് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് പ്രോബ്ലംസ് കറക്റ്റ് ആൻസറിലേക്ക് എത്താം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒരു എക്സാമിൽ തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്പീഡ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നിങ്ങളെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ മുന്നിലേക്ക് എത്തിക്കുക. സോ ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ച ആളുകൾ ഈ അവരുടെ 9th-ലെയും 10th-ലെയൊക്കെ പോർഷൻസ് എബോവ് ആവറേജ് ആയിട്ട് തന്നെ സ്കൂൾ ലെവലിൽ നിന്നൊക്കെ മുകളിലേക്ക് പോയിട്ട് പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് ഇനിയുള്ള സമയം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളാണ്. സോ 10th പഠിക്കുന്ന ജെഇ ആസ്പയർ ചെയ്യുന്ന ഫൗണ്ടേഷൻ കോഴ്സിനൊന്നും ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 11th സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇപ്പോൾ 11th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത്. എസ്പെഷ്യലി 11th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സയൻസ് സ്ട്രീം എടുത്തിട്ടുള്ള ആ ഒരു
ഒരു ട്രാൻസിഷൻ 10th നിന്നും 11th എത്തുമ്പോഴുള്ള ഒരു വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് 11th പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. സോ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ജൂനിയേഴ്സിനും അത് ഹെൽപ്ഫുൾ ആകും. ഇനിയുള്ള മാസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. നിങ്ങൾ എത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് JEE പ്രിപ്പറേഷൻ 2 വർഷം ഏറ്റവും നന്നായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ആക്കാനും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളായിട്ടുള്ള NITസിലേക്കും IITസിലേക്കും അഡ്മിഷൻ നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ.